ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെയാണ് നാച്ചുറലായിട്ടൊരു താളി ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു ഹെർബൽ താളിയാണ്. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ അകറ്റാനായിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷാമ്പു ആണ് കേട്ടോ. അതായത് താളി ഷാമ്പു ആണ് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ വേറെ ഷാമ്പൂസ് ഉണ്ടാകും, പക്ഷേ നമ്മൾ ഡെയിലി അതുപോലുള്ള ഷാമ്പു ഉപയോഗിക്കാതെ ഇതേപോലെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ വേണം ഡെയിലി യൂസ് ചെയ്യാൻ. മറ്റുള്ള ഷാമ്പൂസ് നമ്മൾ വാങ്ങിക്കുന്നത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ഉപയോഗിക്കുന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുടി ഓരോ ദിവസവും പൊഴിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും പറയുന്നൊരു പരാതിയാണ് മുടി കൊഴിച്ചിൽ, താരൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതിനൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ. ഡെയിലി മുടി കഴുകുന്നവരാണെങ്കിൽ മാത്രം ഇതേപോലുള്ള കാര്യങ്ങൾ ഡെയിലി യൂസ് ചെയ്യുക. അല്ലാത്തവരാണെങ്കിൽ നമ്മളെ എങ്ങനെയാണ് അതനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചാൽ മതി കേട്ടോ. അല്ലാതെ ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇത് ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്നല്ല. നമ്മുടെ സാധാരണ ഹെയർ കെയർ എങ്ങനെയാണ് ആ രീതിയിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഷാമ്പൂവിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു താളി ഷാമ്പു ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് പതയും കാര്യങ്ങളും ഒന്നുമില്ലാത്ത മൈൽഡായിട്ടുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഹെർബൽ ഷാമ്പു ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഉലുവയാണ്. ഉലുവ നമ്മൾ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. മുടി തഴച്ച് വളരാനായിട്ട് ഉലുവ വളരെ നല്ലതാണ്. അതിലടങ്ങിയിട്ടുള്ള അമിനോ ആസിഡ്സൊക്കെയാണ് മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. നമ്മൾ 1 സ്പൂൺ ഉലുവയാണ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കെയറിനായിട്ട് എടുക്കുന്നത്. കൂടുതൽ ഉലുവ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നമ്മളൊന്ന് കുതിരാനായിട്ട് വയ്ക്കുക. 3-4 മണിക്കൂറൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കുതിരാനായിട്ട് വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 5-8 ചെമ്പരത്തിയുടെ ഇലകളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൂവില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇലകൾ മാത്രമായിട്ട് എടുക്കുന്നു. ഇപ്പോൾ പൂക്കളുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. തലമുടി കൊഴിച്ചിലും അതുപോലെ താരനും ഒക്കെ നല്ലൊരു പരിഹാരം തന്നെയാണ് ചെമ്പരത്തി ഇലകളും പൂക്കളും. 4 മണിക്കൂറിന് ശേഷം നമ്മൾ 3 ഗ്ലാസ് വെള്ളം അടപ്പത്ത് വെച്ച് തിളപ്പിക്കാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉലുവ നമ്മൾ കുതിർത്ത് വെച്ചതുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇല ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് കട്ട് ചെയ്തിട്ടാണ്. എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് 1 സ്പൂൺ ചെമ്പരത്തി പൂവിൻ്റെ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. ഹിബിസ്കസ് പൗഡർ എന്നും പറഞ്ഞ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇത് കുറച്ച് സമയം തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശിക്കക്കായ പൗഡർ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഹെർബലായിട്ടുള്ള ഷാമ്പു ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ് ഇത്. ശരിക്കും പറഞ്ഞ ഒരു പ്രകൃതിദത്ത ക്ലെൻസറാണ്. നമ്മൾ ഷാമ്പൂവിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഒക്കെ ഈ ശിക്കക്കായയിലുണ്ട്. തലയോട്ടിക്ക് ആഴത്തിലുള്ളൊരു പോഷണം നൽകാനും ശുദ്ധീകരണം നൽകാനും ഒക്കെ ശിക്കക്കായിലുള്ള ഘടകങ്ങൾ സഹായിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. കൂടുതലുള്ളത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. നമ്മുടെ താരനും മുടി കൊഴിച്ചിലും എല്ലാം ഇല്ലാതാക്കാനായിട്ട് നമുക്ക് സാധാരണ ഷാമ്പു ഉപയോഗിക്കുന്ന പോലെ മുടി നനച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഹോം മെയ്ഡ് ഷാമ്പു ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഒരുപാട് കട്ടിയിലല്ല, അതായത് നമ്മൾ ശിക്കക്കായ പൗഡറൊന്നും ഒരുപാട് ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം കൂടുതലായിട്ട് നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എക്സസൈസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. എൻ്റെ മുടി ഓൾറെഡി ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ച് ലൂസായിട്ടാണ്, അതായത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് തന്നെ ഹെയറിൽ ഒഴിച്ച് വാഷ് ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഞാനിത് ഇന്നലെ മുടിയൊക്കെ ഈ ഒരു താളി ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് വാഷ് ചെയ്തത്. അപ്പോൾ എൻ്റെ മുടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്തായിട്ട് നല്ല ഇതായിട്ട് കിടപ്പുണ്ട്. ഒരുപാട് ഓയിലൊന്നും പോയി ഇങ്ങനെ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളൊരു ഫീലൊന്നുമില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഏത് രീതിയിലുള്ള ഷാമ്പു ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പുവിൻ്റെ പേരൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉപയോഗിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.